ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. എത്തിക്കൽ ഹാക്കിംഗ് സീരീസിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ നമ്മുടെ എത്തിക്കൽ ഹാക്കിംഗ് സീരീസിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടായിരുന്നു വെബ് ഹാക്കിംഗ് ഫണ്ടമെന്റൽസും അതുപോലെ തന്നെ ഒരു വെബ് ഹാക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ എത്തിക്കൽ ഹാക്കിംഗ് പാർട്ടിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിന്ന് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഒരു വേഡ് പ്രസ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഒരു വേഡ് പ്രസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൻ്റെ വീക്ക്നെസ് കണ്ടുപിടിച്ച് എക്സ്പ്ലോർ ചെയ്ത് അതെങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ എത്തിക്കൽ ഹാക്കിംഗ് പാർട്ട് 1 സീരീസിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോയിൽ കൂടെ ഡിഫെൻസീവും ഒഫെൻസീവ് സൈഡും കവർ ചെയ്യുന്നു. സോ നമ്മളിന്ന് ഒഫെൻസീവ് സൈഡാണ് കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഡെമോയാണ്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഇനി വരുന്ന സീരീസിൽ എങ്ങനെയായിരിക്കും, അതായത് കുറച്ചും കൂടെ നല്ല ഡീപ്പായിട്ട് വെബ് ഹാക്കിംഗ് ഫണ്ടമെന്റൽസും വെബ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതും ഇനി മോസ്റ്റ് അഡ്വാൻസ്ഡ് ടൂൾസ് യൂസ് ചെയ്ത് എങ്ങനെ ഒരു വെബ് ആപ്ലിക്കേഷൻ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോസിൽ സീരീസ് ആയിട്ട് പാർട്ടായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, എന്താണ് വേർഡ്പ്രസ് വെബ്സൈറ്റ്? വാട്ട് ഈസ് എ വേർഡ്പ്രസ് വെബ്സൈറ്റ്? എ വേർഡ്പ്രസ് ഈസ് എ ഫ്രീ ഓപ്പൺ സോഴ്സ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം, CMS, യൂസ്ഡ് ടു ബിൽഡ് വെബ്സൈറ്റ്. വേർഡ്പ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതിനാണ് ഷോർട്ടായിട്ട് CMS എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് പവേഴ്സ് 43% ഓഫ് ഓൾ വെബ്സൈറ്റ് ഓൺ ദ ഇന്റർനെറ്റ് ഫോർ പേഴ്സണൽ ബ്ലോഗ്സ് ടു ബിഗ് കമ്പനി വെബ്സൈറ്റ്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റിൽ കാണുന്നത് ഏകദേശം നമ്മുടെ ഗൂഗിളിൽ നമ്മുടെ ഇന്റർനെറ്റിൽ ഏകദേശം ഒരു 100 വെബ്സൈറ്റ് എന്ന് വിചാരിച്ചു. അതിൽ 43% എന്താണ് വേർഡ്പ്രസ് കൊണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ആയിരിക്കും. ഓക്കെ, 8.10 millions ഓഫ് വെബ്സൈറ്റ് റൺ ഓൺ വേർഡ്പ്രസ് അക്കോർഡിംഗ് ടു ദ വേർഡ്പ്രസ് VIP. ഓക്കെ, വേർഡ്പ്രസ്സുകാർ പറയുന്നത് 8.10 millions ഓഫ് വെബ്സൈറ്റ് ആണ് അവരുടെ ഇതിൽ തന്നെ റൺ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ വേർഡ്പ്രസ് VIP. And this number is constantly increasing. WordPress is the most popular content management system. So WordPress എന്താ ഇത്ര പോപ്പുലർ ആകാൻ കാരണം വെച്ചാൽ എനിബഡി ക്യാൻ ബിൽഡ് എ വെബ്സൈറ്റ്. കാരണം അതിനകത്ത് നമുക്ക് കോഡിങ് അറിയേണ്ട ആവശ്യമില്ല. സോ ആർക്കും ഉള്ളൊരു ബ്ലോഗായിട്ടോ ഒരു കമ്പനി വെബ്സൈറ്റ് ആയിട്ടോ അതിനകത്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് വേർഡ്പ്രസ് വെബ്സൈറ്റ് ഇത്ര പോപ്പുലർ ആകാൻ കാരണം. ഓക്കെ, വൈ ഹാക്കേഴ്സ് ടാർഗറ്റ് വേർഡ്പ്രസ് വെബ്സൈറ്റ്? It is very common. Many site users weak passwords, plugin themselves can have vulnerabilities. Admin access give full control. ഓക്കെ, അതായത് വേർഡ്പ്രസ് വെബ്സൈറ്റ് എന്ന് പറയുമ്പം ഏകദേശം അതിനകത്ത് ഒരു 1 ഇയറിൽ തന്നെ മേ ബി അറൌണ്ട് 1 lakh അടുത്ത് വൾണറബിലിറ്റീസ് വേർഡ്പ്രസ് വെബ്സൈറ്റിൽ തന്നെ ഡിസ്കവർ ആവുന്നുണ്ട്. സോ സ്ട്രക്ചർ ഓഫ് എ വേർഡ്പ്രസ് വെബ്സൈറ്റ്. ഓക്കെ, വേർഡ്പ്രസ് വെബ്സൈറ്റിന് ഒരു അഡ്മിൻ ഉണ്ടാവും, അഡ്മിൻ പേജ് ഉണ്ടാവും, ഒരു കണ്ടന്റ് പേജ് ഉണ്ടാവും, പിന്നെ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇൻക്ലൂഡ് പേജ് ഉണ്ടാവും, പിന്നെ ഒരു ലോഗിൻ പേജ്. ഇതായിരിക്കും വേർഡ്പ്രസ് വെബ്സൈറ്റിന്റെ സ്ട്രക്ചർ. ഓക്കെ, നമ്മളൊരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്ന മുമ്പ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആ വെബ്സൈറ്റ് എങ്ങനെ റൺ ചെയ്യുന്നു, ഏതിൽ റൺ ചെയ്യുന്നു, ആ വേർഡ്പ്രസ് വെബ്സൈറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്ന മുമ്പ് ആ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് പഠിച്ചിരിക്കണം. അതൊരു ബ്ലൂ പ്രിന്റ് പോലെ ഒരു വെബ്സൈറ്റിനെ നമ്മൾ ഡീപ്പായിട്ട് കവർ ചെയ്തേക്കണം. സോ നമുക്ക് ഇതിൽ കിട്ടുന്ന വേർഡ്പ്രസിന്റെ ഏറ്റവും വലിയ അഡ്വാൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിൻ ആയിട്ട് ഗീവ്സ് ഫുൾ കൺട്രോൾ. ഇപ്പം നമുക്ക് ഒരു അഡ്മിൻ ആയിട്ട് അറ്റാക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാം. ഒരു ബ്രൂട്ട് ഫോഴ്സോ പാസ്വേഡ് അറ്റാക്ക് യൂസ് ചെയ്ത് അഡ്മിൻ ആയിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്താണ് വേർഡ്പ്രസ് വെബ്സൈറ്റിന്റെ ഫുൾ സെർവർ കൺട്രോൾ നമ്മുടെ ഉണ്ടാവും. സോ ആ സെർവർ കൺട്രോൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് വെള്ളം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് വേർഡ്പ്രസിന്റെ ഏറ്റവും. പിന്നെ അതിൽ വരുന്ന വൾണറബിലിറ്റീസ് ഏറ്റവും കൂടുതൽ വരുന്ന പ്ലഗിൻസും തീംസും ആണ്. ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടൊരു വീഡിയോയിൽ കവർ ചെയ്ത് കാണിച്ചിട്ടും എങ്ങനെയാണ് ഒരു വീക്ക്നെസ് കണ്ടുപിടിച്ച് വേർഡ്പ്രസ് വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ കവർ ചെയ്തു. സോ നമ്മളിതിന് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഒന്ന് Nmapഉം അതുപോലെ തന്നെ WP സ്കാനും. WP സ്കാന് ഡെവലപ്പ് ചെയ്തേക്കുന്ന തന്നെ വേർഡ്പ്രസ് വെബ്സൈറ്റിന്റെ വീക്ക്നെസ്സും വൾണറബിലിറ്റീസും കണ്ടുപിടിച്ച് അറ്റാക്ക് ചെയ്തിട്ട് പെൻ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് WP സ്കാൻ എന്ന് പറഞ്ഞ ഒരു ടൂളിനെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. സോ എന്തായാലും നമുക്ക് പ്രാക്ടിക്കൽ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് പ്രാക്ടിക്കൽ വീഡിയോ കവർ ചെയ്യാം. നമ്മൾ ഈ കാണുന്ന ബ്ലോഗാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് വേർഡ്പ്രസ്സിൽ ഡെവലപ്പ് ചെയ്തൊരു ബ്ലോഗാണ്. ഓക്കെ, ബില്ലി ജോയൽസ് IT ബ്ലോഗ് എന്നാണ് ഈ ബ്ലോഗിന്റെ പേര്. ഓക്കെ, ഇവിടെ ഒരു ബ്ലോഗാണ് നോട്ട് ഫ്രം മാം. ഓക്കെ, ജസ്റ്റ് ഇതൊരു റിയൽ വെബ്സൈറ്റ് അല്ല, ഞാൻ തന്നെ ഒരു സെർവറിൽ ഹോസ്റ്റ് ചെയ്താണ്. പക്ഷെ അത് റിയൽ വേൾഡ് വെബ്സൈറ്റ് പോലെ തന്നെയാണ് ആക്ട് ചെയ്യത്തുള്ളൂ. ഒരു വെബ്സൈറ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ബട്ട് ഇത് ഞാനൊരു വിർച്വലി സേഫ് എൻവയോൺമെന്റിൽ കൂടെയാണ് ഈ വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആരും വീഡിയോ കണ്ടിട്ടോ ജസ്റ്റ് പ്രാക്ടിക്കലിന് പോലും ഒരു റിയൽ വെബ്സൈറ്റോ ഒരു റിയൽ ഡൊമൈനോ അറ്റാക്ക് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ,
ജസ്റ്റ് ഞാൻ എന്താ പറയുക, നിങ്ങൾക്കൊരു പ്രാക്ടിക്കലിന് വേണ്ടിയും എങ്ങനെ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്യാമെന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു ഹോസ്റ്റ് ചെയ്തൊരു സെൽഫ് സെർവർ വെബ്സൈറ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് IP അഡ്രസ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ദയവ് നിങ്ങൾ ഒരിക്കലും എന്താണ് ഒരു റിയൽ വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ തന്നെ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് പ്രാക്ടിക്കലായിട്ട് നോളജ് വന്നു കഴിയുമ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും എങ്ങനെ ഒരു റിയൽ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാം, എങ്ങനെ ഒരു റിയൽ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് പ്രാക്ടിക്കലി പഠിക്കാമെന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് കവർ ചെയ്ത് തരും. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഒരു വെബ്സൈറ്റ്, ഞാൻ പറഞ്ഞ ഒരു വെബ്സൈറ്റ് എങ്ങനെ റൺ ചെയ്യും, ഇതിപ്പോൾ നമുക്കറിയാം വേർഡ്പ്രസ്സിലാണ് റൺ ചെയ്യുന്നത്. ജസ്റ്റ് ഇതിന്റെ ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളും നോക്കാം. ജസ്റ്റ് ഒരു ബേസിക് ഫ്രണ്ട് ആൻഡ് ഡിസൈൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഇൻസ്പെക്റ്റില് ഓക്കെ HTML CSS കോഡ് ഉണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഇൻസ്പെക്റ്റിലൊന്നും കാണുന്നൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്നു, ഓക്കെ നമ്മൾ ജസ്റ്റ് വെബ്സൈറ്റിനെ കുറിച്ചൊന്ന് കവർ ചെയ്തു. പ്രത്യേകിച്ച് അൺഒഫീഷ്യലായിട്ടൊന്നും വെബ്സൈറ്റിലൊന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, IT ബ്ലോഗ് പവർഡ് ബൈ വേർഡ്പ്രസ്. ഓക്കെ, ഇത്ര ഇതിനകത്തുള്ളൂ. വെബ്സൈറ്റിൽ നമുക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുവാണ്, നമുക്കൊരു IP അഡ്രസ് ഉണ്ട്. ഓക്കെ, ഈ IP അഡ്രസ് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പോവാണ്. അതായത് എത്തിക്കൽ ഹാക്കിങ്ങിൽ മെയിനായിട്ട് ഇൻഫർമേഷൻ ഗ്യാദറിങ്, അതുപോലെ വീക്ക്നെസ് സെർച്ചിങ്, അങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ പ്രോപ്പറായിട്ട് കവർ ചെയ്തിരും. എങ്ങനെയാണ് കറക്റ്റ്, അത് നമ്മൾ വന്ന ട്രാക്ക് വരെ എങ്ങനെ ക്ലിയർ ചെയ്യണം, അങ്ങനെ കുറേ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. ആ സ്റ്റെപ്സ് ഒക്കെ ഞാൻ കവർ ചെയ്ത് തരും. ഇത് ഞാൻ ജസ്റ്റ് ഒഫൻസീവ് സൈഡിൽ നിന്ന് കാണിക്കുന്ന ഒരു അറ്റാക്കാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഈ ഒരു പാർട്ട് കഴിയുമ്പം ഇനിയും ആൻഡ്രോയിഡ് ഹാക്കിംഗ്, വൈഫൈ ഹാക്കിംഗ് പോലത്തെ പാർട്സ് ഓഫ് വീഡിയോസ് ഇനിയും വരും. സോ ജസ്റ്റ് ഒഫൻസീവ് സൈഡ് കാണിച്ചു തരുവാണ്. ഓക്കെ, നമ്മൾ അത് കഴിയുമ്പം കംപ്ലീറ്റ് ടൂൾസ്, അതായത് അഡ്വാൻസ്ഡ് ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള സെപ്പറേറ്റ് വീഡിയോസും വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോസിൽ ഓക്കെ ജസ്റ്റ് നമുക്ക് വെബ്സൈറ്റിലൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് ഒരു IP അഡ്രസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, Nmap. ഓക്കെ, ഞാൻ ഫസ്റ്റത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു, അതായത് എത്തിക്കൽ ഹാക്കിംഗ് സീരീസിലെ മോസ്റ്റ് അഡ്വാൻസ് ടൂൾസ് പാർട്ട് 1 ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. Nmap എന്ന് പറഞ്ഞ ഒരു ടൂളിനെ കുറിച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, Nmap എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് മാപ്പർ. ഓക്കെ, എത്ര പോർട്സ് ഓപ്പൺ ആണ്, ആ പോർട്ടിലെ വീക്ക്നെസ് എത്രയാണ്, അതിൽ ഓടുന്ന വേർഷൻസ് ഏതൊക്കെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ Nmap യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ്, സൈസ് ഞാൻ വലുതാക്കാം. ഓക്കെ, Nmap -SC ഓക്കെ, Nmap -SC ഫോർ സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്യാനും -SV എന്താണ് വെർഷൻസ് കണ്ടുപിടിക്കാനുമാണ്. ഓക്കെ, നമ്മുടെ IP അഡ്രസ് എന്താണോ, ഓക്കെ എനിക്ക് IP അഡ്രസ് ആണ്. ജസ്റ്റ് സ്കാനിങ്ങിന് കൊടുത്തു. ഓക്കെ, ഇത് മാത്രമല്ല Nmapന്റെ കമാൻഡ് എന്ന് പറയുമ്പം ഇനിയും അതിലധികം കമാൻഡ് ഉണ്ട്. ജസ്റ്റ് ഒരു ബേസിക് കമാൻഡ് ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സെപ്പറേറ്റ് ഒരു വീഡിയോ ടൂൾസും എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടൂൾസ് എങ്ങനെയാണ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നത്, ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കവർ ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് Nmap ബേസിക് കമാൻഡാണ് ഞാൻ റൺ ചെയ്തിരിക്കുന്നത്. മേ ബി ഇത് ടൈം എടുക്കും, കാരണം നമ്മൾ കൊടുത്തേക്കുന്ന IP അഡ്രസ്സിലെ സൈറ്റിലെ ഫുള്ള് വെർഷൻസും അതുപോലെ ഏതൊക്കെ പോർട്ട് ഓപ്പൺ ആണ് സ്കാൻ ചെയ്യുവാണ് Nmap ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി ഇറ്റ് ടേക്സ് സം ടൈം. ഓക്കെ, ഇത് കഴിയുമ്പോൾ നമ്മൾ വേർഡ്പ്രസ്സിന്റെ WP സ്കാൻ ടൂൾ വെച്ച് അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും നമ്മൾ നെക്സ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് Nmap സ്കാനിന്റെ റിപ്പോർട്ട് പറഞ്ഞു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ Nmap സ്കാനിന്റെ റിപ്പോർട്ട്. ഓക്കെ, Nmap സ്കാനിന്റെ റിപ്പോർട്ടാണ് blog.thm. ഓക്കെ, നമ്മുടെ IP അഡ്രസ്. ഓക്കെ, 22 TCP ഓപ്പൺ പോർട്ട് സർവീസ് SSH ഓപ്പൺ SSH 7.6 റൺ ചെയ്ത് ഉബുണ്ടു ഒരു ലിനക്സ് സെർവറിലാണ് റൺ ചെയ്യുന്നത്. സോ നമ്മൾ Nmap നിന്ന് കിട്ടിയ റിപ്പോർട്ട്സ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, Nmap എന്ന് കിട്ടിയ റിപ്പോർട്ടാണ്. കാരണം Nmap ഇപ്പം നമുക്കൊരു ഓപ്പൺ SSH 7.6, മേ ബി ഈ 7.6 എന്ന് പറഞ്ഞാൽ ഈ വെർഷൻ ഔട്ട്ഡേറ്റഡ് വെർഷൻ ആയിരിക്കും. അപ്പം പല ഹാക്കേഴ്സും ഇതിന്റെ വീക്ക്നെസ് കണ്ടുപിടിച്ച് എക്സ്പ്ലോയിറ്റ് DBയിലോ ഡാറ്റാബേസിലോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം നമുക്ക് ഈ ഡാറ്റാബേസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പോർട്ട് 80 TCP ഓപ്പൺ പോർട്ട് HTTP. ഓക്കെ, ഇത് വെബ്സൈറ്റ് റൺ ചെയ്യുന്നത്
പോർട്ട് എംബയിലാണ്, HTTP-യിലാണ്, അപ്പാച്ചി വെർഷൻ 2.4.9. ഓക്കെ ഒരു അഡ്വാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിനും പോർട്ട് 80 TCP HTTP റൺ ചെയ്യുമ്പോൾ ഒരു അഡ്മിൻ പാനൽ ഉണ്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റത്തെ വീഡിയോ എന്തായിരുന്നു പറഞ്ഞത്, നമുക്കൊരു അഡ്മിൻ പാനലിന്റെ കൺട്രോൾ ഇട്ടാണെങ്കിൽ ഫുൾ വേർഡ്പ്രസ് വെബ്സൈറ്റ് നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, ഇവിടെ ഒരു അഡ്മിൻ പാനൽ ഉണ്ട്. സെർവർ ഓക്കെ, അഡ്മിൻ പാനൽ നമുക്ക് അത്രേ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇതിൽ അഡ്വാൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു അഡ്മിൻ പാനൽ ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് അഡ്മിൻ പാനൽ വഴി നമുക്ക് അറ്റാക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് നമുക്കൊരു അഡ്മിൻ പാനൽ കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, ഇതാണ് ഒരു അഡ്മിൻ പേജ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പൺ SSH ചിലപ്പോൾ നമുക്ക് റിവേഴ്സൽ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഒരു ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, വേർഡ്പ്രസ് 5.0. നമ്മൾ വേർഡ്പ്രസ് 5.0. ഓക്കെ, ഇതാണ് ഇതിന്റെ കറണ്ട് വെർഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കറന്റ് റൺ ചെയ്യുന്നത് ബില്ലി ജോയൽസ് IT ബ്ലോഗ്. ഓക്കെ, ഈ വേർഡ്പ്രസ് ഇപ്പൊ കറന്റ് റൺ ചെയ്യുന്നത് 5.0 വെർഷനിലാണ്. അപ്പം ഇത് തന്നെയായിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ വൾണറബിലിറ്റി വീക്ക്നെസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഈ 5.0 വെർഷൻ ഔട്ട്ഡേറ്റഡ് ആണോ, ഇതിന് എന്തെങ്കിലും എക്സ്പ്ലോയിറ്റ് ഉണ്ടോ, ഇതിനു മുമ്പ് ഹാക്കേഴ്സ് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതിന്റെ വീക്ക്നെസ് എക്സ്പ്ലോയിറ്റ് ഡാറ്റാബേസിൽ DB-യിൽ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വേർഡ്പ്രസ് 5.0 ജസ്റ്റ് നമ്മുടെ ക്രോമോ ഫയർഫോക്സും എനിക്ക് കുറച്ചും കൂടെ കംഫോർട്ട് എന്ന് പറയുമ്പം ക്രോമാണ്. ഓക്കെ, ജസ്റ്റ് വേർഡ്പ്രസ് വേർഡ്പ്രസ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, വേർഡ്പ്രസ് 5.0 എക്സ്പ്ലോയിറ്റ്. ഓക്കെ, എക്സ്പ്ലോയിറ്റ് ഉണ്ട്. ഇതാണ് വേർഡ്പ്രസ് 5.0ന്റെ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. അത് എന്ത് സൈസ് വീക്ക്നെസ് ആണ് നമുക്ക് നോക്കാം. നെറ്റ്വർക്ക് ഇഷ്യൂ. ഇവിടെ വേർഡ്പ്രസ് ക്രോപ്പ് ഇമേജ് ഷെൽ അപ്ലോഡ്. ഓക്കെ, അത് പറഞ്ഞ ഷെൽ വീക്ക്നെസ് ആണ്. അതായത് നമുക്ക് റിവേഴ്സ് കണക്ഷൻ യൂസ് ചെയ്യാം. മേ ബി ഇത് യൂസ് ചെയ്യുന്നത് ചിലപ്പം മെറ്റസ്പോൾട്ട് ഫ്രെയിംവർക്ക് യൂസ് ചെയ്തായിരിക്കും. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ദ മൊഡ്യൂൾ എക്സ്പ്ലോയിറ്റ് ട്രാവൽസ് എ ലോക്കൽ ഫയൽ ഇൻക്ലൂഷൻ വൾണറബിലിറ്റി ഓൺ വേർഡ്പ്രസ് 5.00 ആൻഡ് ദ ക്രോപ്പ് ഇമേജ് ഫംഗ്ഷൻ അലോസ് യൂസർ വിത്ത് ലീസ് ഓതർ പ്രിവിലേജ്. ഓക്കെ, അതായത് ഇമേജ് അപ്ലോഡ് ചെയ്ത് അതൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെറ്റസ്പോൾട്ട് വഴി വേർഡ്പ്രസിന്റെ സെർവർ ഹാക്ക് ചെയ്യാം. ഓക്കെ, ബട്ട് ഒരു കണ്ടീഷൻ പറയുന്നത് ദ ക്രോപ്പ് ഇമേജ് ഫംഗ്ഷൻ അലോ എ യൂസർ വിത്ത് അറ്റ്ലീസ്റ്റ് ഓതർ പ്രിവിലേജസ്. ഓക്കെ, അതായത് ഒരു യൂസർ ലോഗിൻ ആയിരിക്കണം. അതായത് ഒരു യൂസർ ലോഗിൻ ആണെങ്കിൽ മാത്രമാണ് ഈ അറ്റാക്ക് പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, ഇത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു യൂസറിന്റെ ഇത് കിട്ടിയാൽ നമുക്ക് ടോട്ടൽ സെർവർ ഹാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് അതായത് ഈ വീക്ക്നെസ് വർക്ക് ആവുന്നത് ഒരു യൂസറിന്റെ എന്താണ് പറയുന്നത്, ഒരു യൂസറെങ്കിലും ലോഗിൻ ചെയ്താലാണ്. മേ ബി നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്കൊരു ഷെൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആ ഷെൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ബാക്ക് ടു ടെർമിനൽ വന്നിട്ട് നമുക്ക് അതായത് ടോട്ടലി നമുക്ക് വേർഡ്പ്രസിന്റെ സെർവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ ഇതിൽ വീക്ക്നെസ് ഉണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം 5.0 ഇത് തന്നെയായിരിക്കും എല്ലാ വീക്ക്നെസ്സും വരുന്നത്. സോ മൾട്ടിപ്പിൾ വൾണറബിലിറ്റീസ് ഇതിൽ. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിന്റെ വീക്ക്നെസ് ആണെങ്കിൽ നേരെ നമുക്ക് അതിന്റെ വെർഷൻ നമ്പറും എന്നിട്ട് എക്സ്പ്ലോയിറ്റ് ഡാറ്റാബേസിലേക്ക് വന്നാൽ മതി. അപ്പം നമുക്ക് ഇതിനു മുമ്പ് ഹാക്കേഴ്സ് ആ വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട് മെറ്റസ്പോൾട്ട് ഫ്രെയിംവർക്ക് കൂടെയാണ് 5.0 നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ വേർഡ്പ്രസ് മൾട്ടിപ്പിൾ വൾണറബിലിറ്റി ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിങ്ങും നമ്മൾ വരുന്ന വീഡിയോസിൽ XSS സ്ക്രിപ്റ്റിങ്ങും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കുക്കീസ് വെച്ച് സ്റ്റീൽ ചെയ്യാന്ന് പറഞ്ഞാണ് വരുന്നത്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നുന്നത് നമ്മുടെ മെറ്റസ്പോൾട്ട് ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു മെത്തേഡാണ് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നുന്നത്. അപ്പം അതിനകത്ത് എന്തായാലും ഒരു ഓതർ പ്രിവിലേജേഷൻ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് നേരത്തെ നമ്മുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ അതിൽ പോർട്ട് എംബയിൽ നമ്മുടെ ഈ വെബ്സൈറ്റിൽ തന്നെ, അതായത് നമ്മുടെ
ഈ ബ്ലോഗ് വെബ്സൈറ്റിൽ തന്നെ ഒരു പോർട്ട് 80, അതായത് ഒരു അഡ്മിൻ ലോഗിൻ സെക്ഷൻ റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമുക്കതൊന്ന് കവർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ലോഗിൻ, നമ്മളിത് കണ്ടില്ലായിരുന്നു. ഇവിടെ ഒരു ലോഗിൻ ഉണ്ട്, എൻ്റർ ചെയ്ത് നോക്കാം. ഇത് വേർഡ്പ്രസിന്റെ ലോഗിൻ സെക്ഷൻ ആണ്. അതായത് ഒരു യൂസറിന്റെ ബില്ലി ജോയൽസ് അല്ലെങ്കിൽ ഒരു യൂസർ അഡ്മിൻ സെക്ഷൻ ആണ്. ജസ്റ്റ് അഡ്മിൻ ചെക്ക് ചെയ്ത് നോക്കാം. പാസ്വേഡ് 123. നോ ഇൻവാലിഡ് യൂസർ നെയിം. നമുക്ക് എന്തായാലും ഇത് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാം. നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്ര ഉപയോഗിച്ചല്ല. ഹൈഡ്ര ഒക്കെ വരുന്ന അടുത്ത വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. എങ്ങനെ ഹൈഡ്ര യൂസ് ചെയ്യും, എന്താണ് ഹൈഡ്ര വെച്ച് എങ്ങനെ അറ്റാക്ക് ചെയ്യും. ഞാൻ പാർട്ട് 1 വീഡിയോയിൽ ഹൈഡ്ര എന്താണെന്നും ഹൈഡ്രന്റെ ഒരു യൂസ് എന്താണെന്ന് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. നമുക്കിനി വരുന്ന വീഡിയോസിലും ഹൈഡ്ര എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കവർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ WP സ്കാൻ്റെ തന്നെ ഏതാണ് WP സ്കാൻ ആ ടൂൾ യൂസ് ചെയ്ത് ഇതിന്റെ യൂസർ നെയിം പാസ്വേഡും കണ്ടുപിടിച്ച് അറ്റാക്ക് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. നമ്മളിവിടെ ഇപ്പൊ എന്താണ് WP സ്കാൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണം, യൂസർ നെയിമും വേണം പാസ്വേഡും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് നമ്മൾ ബേസിക് WP സ്കാൻ ഉപയോഗിച്ചിട്ട് യൂസർ നെയിം എനുമറേഷൻ, അതായത് ഇതിന്റെ വീക്ക്നെസ് തന്നെ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ IP അഡ്രസിന്റെ വീക്ക്നെസ് ഉപയോഗിച്ചിട്ട് എത്ര യൂസേഴ്സ് ഉണ്ട്, നമുക്ക് ഇതിന്റെ വീക്ക്നെസ് ഒക്കെ എന്തൊക്കെയാണ്, നമുക്ക് ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ടാർഗറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇതിന് റൺ ചെയ്യുന്ന കമാൻഡാണ് WP സ്കാൻ, അതായത് ടൂളിന്റെ നെയിം WP സ്കാൻ -URL എന്താണോ നമ്മുടെ മേ ബി ഇതിന് നമുക്ക് അതിന് ഡൊമൈൻ കൊടുക്കാം. ഇപ്പം അതിന്റെ ഡൊമൈൻ blog.thm എന്നാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ IP അഡ്രസ് തന്നെയാണ്. ഇതാണ് IP അഡ്രസ്. IP അഡ്രസ് കൊടുത്തു. അതായത് WP സ്കാൻ നമ്മുടെ ബേസിക് ടൂളാണ്. -URL അതിന്റെ ഡൊമൈൻ അല്ലെങ്കിൽ IP അഡ്രസ്. URL ജസ്റ്റ് ദെൻ മൈനസ്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്, യൂസർ നെയിംസ് കണ്ടുപിടിക്കാൻ പോകണം. എനുമറേറ്റ് യു. ഇത് എന്താണ്, ഇതിനകത്ത് അതായത് വീക്ക്നെസ് കണ്ടുപിടിച്ച് ഇതിനകത്ത് ഉള്ള യൂസേഴ്സിന്റെ ലിസ്റ്റ്, എത്ര വൾണറബിലിറ്റിന് അനുസരിച്ചുള്ള യൂസേഴ്സിന്റെ ലിസ്റ്റ് ഇത് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് WP സ്കാൻ ടൂൾ എന്ന് പറയുന്നത്. മേ ബി കുറച്ച് ടൈം എടുക്കും. ഒരിക്കലും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഒരിക്കലും ടൂൾസിന്റെ കമാൻഡ്സ് ഒരിക്കലും കാണാതെ പഠിക്കരുത്. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കാൾ ലിനക്സിലും പാരലോസ് ആയിട്ട് ഇൻബിൽറ്റ് ആയിട്ട് 600 to 2000 എന്താണ് ഇൻബിൽറ്റ് ടൂൾസ് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരിക്കലും കമന്റ്സ് കാണാതെ പഠിക്കരുത്. ജസ്റ്റ് അതൊക്കെ അതിന്റെ ഒക്കെ യൂസസ് എന്താണ് അങ്ങനെയെല്ലാം മനസ്സിലാക്കി മാത്രം പഠിക്കുക. അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ എന്താണ് കമന്റ്സ് കാണാതെ പഠിക്കുവോ, കാരണം നമുക്കത് കിട്ടത്തില്ല. അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഒരിക്കലും ആവത്തില്ല. ജസ്റ്റ് അതുകൊണ്ട് നമ്മൾ എന്തിനാണ് പർപ്പസ്, എന്തിനാണ് അതിന്റെ യൂസ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി കമന്റ്സ് പഠിക്കുക. നമുക്കിപ്പം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നോക്കാണ്. അതായത് നമ്മുടെ നമ്മൾ Nmap വെച്ച് സ്കാൻ ചെയ്ത പോലെ എങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് ഇതിന് robots.txt എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ട്. അത് അഡ്മിൻ പേജിലേക്ക് പോകും. അതുപോലെ തന്നെ വേറെ നോക്കുവാണെങ്കിൽ വേർഡ്പ്രസ് ഇതിനകത്ത് വേർഡ്പ്രസ് 5.1 റൺ ചെയ്യുന്നത്. ജസ്റ്റ് ബ്രൂട്ട് ഫോഴ്സ് യൂസർ നെയിംസ് കുറച്ച് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് കിട്ടിയിട്ട് നമുക്ക് യൂസർ നെയിം കിട്ടിയിട്ടുണ്ട്. ബിജോയൽ, കെവിൽ, കരിൻ വീൽ, ബില്ലി ജോയൽ. ബില്ലി ജോയൽ ആണ് നമ്മൾ കറന്റ് ഉള്ളത്. നമുക്ക് ഏകദേശം യൂസർ നെയിംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതില് നമുക്ക് WP സ്കാൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട്, അതായത് WP സ്കാൻ അതിന്റെ API യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് കുറച്ചും കൂടെ അഡ്വാൻസ് റിപ്പോർട്ട്. ഞാൻ ജസ്റ്റ് അതിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല. നമുക്കിതിൽ വരുന്നത് നമുക്ക് ഇനി വരുന്ന ഇതിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും, എങ്ങനെ API യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാന്നൊക്കെ ഉള്ളത്. ജസ്റ്റ് ഇത്രയാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇതിലെ കൂടെ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ
ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഓക്കെ, നമുക്ക് ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു യൂസറിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓക്കെ XML-RPC. ഓക്കെ, ഇതിലെ XML-RPC എനേബിൾഡ് ആണ്. ഓക്കെ, XML-RPC ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്താണ് പാസ്വേഡ് അറ്റാക്ക്, അതായത് ഓക്കെ യൂസർ നെയിം പാസ്വേഡ് അറ്റാക്ക്, അതായത് ഒരു യൂസർ നെയിം കിട്ടി, അപ്പൊ നമുക്ക് ഇനി എന്താണ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് പാസ്വേഡ് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ജസ്റ്റ് നമുക്ക് ഓക്കെ ഞാൻ KVയിൽ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് KVയിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, KVയിൽ സെലക്ട് ചെയ്തു. ജസ്റ്റ് അടുത്ത് ഞാൻ കാണിച്ചു തരാം പാസ്വേഡ് അറ്റാക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. ഓക്കെ, ഓക്കെ WP സ്കാൻ കൊടുത്തു, --URL. ഓക്കെ, എന്താണ് IP? ഓക്കെ, IP-യോട് നമ്മൾ IP അഡ്രസ് കൊടുത്തു. അടുത്തായിട്ട് നമുക്ക് പാസ്വേഡ് അറ്റാക്ക് ആണ് വേണ്ടത്. സോ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യണം പാസ്വേഡ്. ഓക്കെ, യൂസർ ഷെയർ വേർഡ് ലിസ്റ്റ് roq.txt. ഓക്കെ, ഇതാണ് ഇതിന്റെ കമാൻഡ്. ഓക്കെ, -roq.txt. ഓക്കെ, യൂസർ നെയിം. നമ്മളിതിന്റെ യൂസർ നെയിം എന്തായിരുന്നു? കെവിയിലായിരുന്നു. കെവിൽ. ഓക്കെ, എൻ്റർ. ഓക്കെ, ജസ്റ്റ് ബേസിക് എററാണ്. ഓക്കെ, ജസ്റ്റ് സ്പേസ്. ഓക്കെ, ഇതാണ് കമന്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ജസ്റ്റ് കമന്റ്സ് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അതുപോലെ ഏത് കമന്റ്സ് ഏതിനൊക്കെ യൂസ് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഒരു ലിറ്റിൽ എപ്പോഴും കമന്റ്സ് ഒക്കെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒരിക്കലും കമന്റ്സ് കാണാപ്പാടം പഠിക്കരുത്. ജസ്റ്റ് ഓക്കെ, റിപ്പോർട്ട് സ്കാൻ ആയിട്ടില്ല. മേ ബി നെറ്റ്വർക്ക് എറർ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഒന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റാണ്. ഇതാണ് WP സ്കാൻ -URL. ഓക്കെ, IP അഡ്രസ് എന്താണോ? ഓക്കെ, യൂസർ നെയിം നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന യൂസർ നെയിം KVയിലാണ്. ഓക്കെ, പാസ്വേഡ് യൂസർ ഷെയർ വേർഡ് ലിസ്റ്റ് roq.txt. ഓക്കെ, എൻ്റർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബേസിക് സ്കാനിങ് ആണ്. ഓക്കെ, ജസ്റ്റ് നേരത്തെ ഒരു സിൻടാക്സ് എറർ ആണ് പറ്റിയത്. അതാണ് നമ്മുടെ പാസ്വേഡ് അറ്റാക്ക് ഫെയിൽ ആയി പോയത്. ഓക്കെ, ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പാസ്വേഡ് അറ്റാക്ക് ഓക്കെ വർക്ക് ആവുന്നുണ്ട്. പെർഫോം പാസ്വേഡ് അറ്റാക്ക് ഓൺ XML-RPC. ഓക്കെ, ഇത് നമ്മൾ roq.txt ആണ്. ഇത് ഏകദേശം 14 മില്യൺസ് ഓഫ് പാസ്വേഡ് കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെ, ഇതില് roq.txt 14 ബില്യൺസ് ഓഫ് പാസ്വേഡിന്റെ കോമ്പിനേഷൻ ഉണ്ട്. ഇതിൽ കെവിലിന് പറ്റിയ പാസ്വേഡ് എന്താണോ അത് മാച്ച് ചെയ്യും. ഓക്കെ, അത് അങ്ങനെയാണ് ഇതിന്റെ അൽഗോരിതം വർക്ക് ആവുന്നത്. ഓക്കെ, ഒരു യൂസർ നെയിം വെക്കും. ഓക്കെ, ഇപ്പൊ നമ്മുടെ കെവിൽ എന്ന് പറഞ്ഞ യൂസർ നെയിം വെക്കും. ദെൻ അടുത്ത ഒരു സെക്ഷനിലായിട്ട് ഇപ്പൊ പാസ്വേഡ് 1 2 3. ഓക്കെ, അതല്ല, ഇൻകറക്റ്റ് ആണ്. ജസ്റ്റ് അടുത്ത ഇതിലേക്ക് ഓക്കെ പാസ്വേഡ് ചെക്ക് ചെയ്യും. എന്താണ് ABCD. ഓക്കെ, ജസ്റ്റ് ഓക്കെ ഇങ്ങനെ എന്താണ് ഈ 14 ബില്യൺസ് ഓഫ് പാസ്വേഡ് ഇതിൽ സ്കാൻ ചെയ്യും. അപ്പം ഇതാണ് WP സ്കാൻ്റെ ടൂളിന്റെ പ്രത്യേകത. ഇതുപോലെ തന്നെയാണ് നമ്മുടെ എന്താണ് ഹൈഡ്ര എന്ന് പറയുന്നതും ഇത്ര അഡ്വാൻസ് ടൂളാണ്. പക്ഷെ ഹൈഡ്ര യൂസ് ചെയ്യുന്നതിനെ ഒരു വെബ്സൈറ്റ് കയറി ലോഗിൻ ചെയ്യാനും അതുപോലെ ഇങ്ങനത്തെ ഇതിലൊക്കെയാണ് നമ്മൾ ഹൈഡ്ര യൂസ് ചെയ്യുന്നത്. സോ മേ ബി ഇത് ടൈം എടുക്കും, കാരണം ഇത്രയും കോമ്പിനേഷനിൽ നിന്ന് കറക്റ്റായിട്ട് പാസ്വേഡ് ഗസ് ചെയ്തെടുക്കണം. ഓക്കെ, ചിലപ്പോൾ roq.txt ഇതിൽ ഫെയിൽ ആവാനും ചാൻസ് ഉണ്ട്. കാരണം ഏകദേശം ഒരു 100% 18% ആണ് സക്സസ് ആവാനുള്ള റേറ്റ് ഉള്ളത്. കാരണം നമ്മുടെ ഇത്രയും എന്താണ് യൂസർ നെയിംസിൽ നിന്ന് ഇത്രയും നമ്മുടെ ഇത്രയും കോമ്പിനേഷനിൽ നിന്ന് roq.txt എന്ന് പറയുന്ന കോമ്പിനേഷൻ നമ്മുടെ പാസ്വേഡ് സെലക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ കേട്ടിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ സൈറ്റ് ലീക്കായി. ഓക്കെ, ഈ സൈറ്റിൽ ഉണ്ടായിരുന്ന യൂസേഴ്സിന്റെ പാസ്വേഡും ID ലീക്കായി. ഇതൊക്കെ ജസ്റ്റ് എന്താണ് ഇതൊക്കെ ഹാക്കേഴ്സ് എടുത്തിട്ട് ഒരു ക്രഞ്ച് ഓഫ് പാസ്വേഡ് ലിസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് അവർ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം അറ്റാക്ക് ഒക്കെ ചെയ്തു നോക്കും. അപ്പം ഇതിലൊക്കെ ഒരു സക്സസ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 80% സക്സസ് റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു പാസ്വേഡ് അറ്റാക്ക് ട്രൈ ചെയ്ത് നോക്കും. എന്താണ് ഓക്കെ, നമ്മുടെ പാസ്വേഡ് ഓഫ് കോമ്പിനേഷൻ ഓക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ കെവിയിൽ എന്ന് പറഞ്ഞ യൂസറിന്റെ അക്കൗണ്ട് പാസ്വേഡ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്താണോ പാസ്വേഡ് നമുക്ക് കിട്ടാൻ പോകുന്നത് അതായിരിക്കും നമ്മൾ അറ്റാക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്.
സോ ഇപ്പം ഏകദേശം 464 പാസ്വേഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. കുറേ ടൈം എടുക്കും. മേ ബി ചിലപ്പോൾ പാസ്വേഡ് ഏറ്റവും വീക്ക് പാസ്വേഡ് ആണെങ്കിൽ നമുക്ക് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ എൻമാപ്പ് വെച്ച് വീക്ക്നെസ് കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ പോർട്ട് 80 നമ്മളൊരു ലോഗിൻ ബട്ടൺ ലോഗിൻ പാനൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മൾ ഇതിന്റെ വെർഷൻ കണ്ടുപിടിച്ചു. 5.0 ആണ് വെർഷൻ. ആ വെർഷനിൽ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഒരു ഷെൽ ആക്സസ് നമുക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും ഇതിന്റെ എന്തെന്ന് പറയുന്നത്, ഇതിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത്. പക്ഷെ ആ വീക്ക്നെസ് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് എന്താണ്, ഒരു യൂസറിനെ കൊണ്ട് നമ്മൾ ഒരു യൂസറിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ആയിരിക്കണം. ലോഗിൻ ആയാൽ മാത്രമേ നമുക്ക് എന്താണ് WordPressന്റെ സെർവർ ടോട്ടലി നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, നമുക്കൊരു യൂസർ നെയിം കിട്ടി കെവിൽ. സോ അതിന് പറ്റിയൊരു പാസ്വേഡാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ 724 കോമ്പിനേഷൻ ആയിട്ടുണ്ട്. 14 മില്യൺസ് ഓഫ് പാസ്വേഡിൽ നിന്ന്. ഓക്കെ, മേ ബി ഇതൊരു ഫെയിൽ. ഓക്കെ, ഇതിൽ സക്സസ് റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ 80% ചാൻസ് ഉണ്ട് മേ ബി ഇത് ഫെയിൽ ആവും. സോ അങ്ങനെയാണെങ്കിലും നമ്മൾ അടുത്ത ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, പല മെത്തേഡ് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, നമുക്കൊരു വീക്ക്നെസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് സിമ്പിളാണ്. ഇൻ കേസ് നമുക്ക് ഇത് പാസ്വേഡ് അറ്റാക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ മറ്റൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു. എന്താണ്, കുക്കീസ് വെച്ച്. ഓക്കെ, എക്സസൈസ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. ജസ്റ്റ് നമ്മൾ ആ അറ്റാക്ക് കവർ. പക്ഷേ എനിക്കുണ്ട് ഇത് വേണ്ട വരില്ല, കാരണം നമ്മൾ ഹോസ്റ്റ് ചെയ്ത വെബ്സൈറ്റ് ആണ്. ഓക്കെ, ആ വെബ്സൈറ്റിൽ തന്നെ അപ്പോൾ എന്തായാലും പാസ്വേഡ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ട്രൈയിങ് കെവിൽ. ഓക്കെ, കെവിലിൻ്റെ ഇവിടെ തന്നെ പാസ്വേഡ്സ് മാറി ട്രൈ ചെയ്യുന്ന നമുക്ക് ഇവിടെ തന്നെ അറിയാം. ഓക്കെ, പൈലറ്റ്, ഓക്കെ, കാറ്റലൈൻ, ഓക്കെ, ഐ ലവ് യു, ഇതൊക്കെയാണ് പാസ്വേഡ്സ് ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് 1000 കോമ്പിനേഷൻസ് ആയിട്ടുണ്ട്. ഇവിടെ ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. ഓക്കെ, പാസ്വേഡിൽ 40 മില്യൺസ് ഓഫ് പാസ്വേഡിൽ ജസ്റ്റ് 1249. ഓക്കെ, ഇത്രയും കോമ്പിനേഷൻസ് ഓഫ് പാസ്വേഡ് ഉണ്ട്. മേ ബി ചിലപ്പോൾ 2000 പോവാം, 3000 പോവാം, 4000 പോവാം, അങ്ങനെ പൊക്കോണ്ടിരിക്കാം. ചിലപ്പോൾ ഇത്ര മണിക്കൂറാവും എന്താ ഒരു പാസ്വേഡ്സ് കണ്ടുപിടിക്കാൻ, ചിലപ്പോൾ ആഴ്ചകളായിരിക്കും. ഇതാണ് നമുക്ക് ഒരു എത്തിക്കൽ ഹാക്കറിന് ഏറ്റവും കൂടുതൽ വേണ്ടത്, ക്ഷമ എന്ന് പറയുന്ന സാധനമാണ്. അതിപ്പം നമുക്ക് എന്താണ്, ക്ഷമയുണ്ടെങ്കിലാണ് ഈ ഒരു പ്രോസസ്സിലൊക്കെ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. വീഡിയോ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ സക്സസ്ഫുള്ളി പാസ്വേഡ് അറ്റാക്ക് നടന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ പാസ്വേഡ് QTPy1 എന്നാണ്. ഓക്കെ, ഏകദേശം 2865 പാസ്വേഡ് കോമ്പിനേഷൻ ട്രൈ ചെയ്തു. 12.2 സെക്കൻഡ്സ് എടുത്തു. ഓക്കെ, നമുക്ക് പാസ്വേഡ് കിട്ടി. QTPy എന്നാണ് പാസ്വേഡ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, യൂസർ നെയിം നമ്മൾ എടുക്കുന്നു, ലോഗിൻ പാനലിലേക്ക് പോകുന്നു. ഓക്കെ, യൂസർ നെയിം നമ്മൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു, കെവിൽ. ഓക്കെ, പാസ്വേഡ് QTPy1 ആണ് പാസ്വേഡ്. നമ്മൾ വീണ്ടും ബ്ലോഗിലേക്ക് പോകുന്നു. ഓക്കെ, പാസ്വേഡ് ജസ്റ്റ് ലോഗിൻ. ഓക്കെ, മേ ബി സക്സസ് ആവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ, മോസ്റ്റ്ലി പാസ്വേഡ് അറ്റാക്ക് തെറ്റാറില്ല. ബിങ്കോ. ഓക്കെ, നമുക്ക് പാസ്വേഡ് കിട്ടി. ഓക്കെ, ഇതാണ് കെവിൽ യൂസർ നെയിമും അതുപോലെ നമുക്ക് പാസ്വേഡും കിട്ടി. ഓക്കെ, ഇത് ഓക്കെ, നമ്മൾ മെറ്റസ്പോൾട്ട് ഫ്രെയിംവർക്ക് കണ്ടത്. ഓക്കെ, നമുക്കിപ്പം എന്താണ്, ഒരു യൂസറിന്റെ യൂസർ നെയിമും ഒരു യൂസറിന്റെ യൂസർ നെയിം, അത് ഓതർ പ്രിവിലേജേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു യൂസർ ID വെച്ചിട്ട് തന്നെ ഈ എന്താണ് സെർവറിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് എന്താണ് വീക്ക്നെസ് ഇപ്പോൾ ഉള്ളത്. സോ നമുക്കൊരു യൂസർ നെയിമും കിട്ടി, അതിനനുസരിച്ചുള്ള പാസ്വേഡും കിട്ടി. സോ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇതെന്തായിരുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കാം. WordPress 5 എക്സ്പ്ലോയിറ്റ് ആയിരുന്നു. ഓക്കെ, സക്സസ്ഫുള്ളി നമ്മുടെ എന്തായാലും ലോഗിൻ ആണ്. ഓക്കെ, ഇവിടെ നോട്ട് ഫ്രം ഹോം. ഓക്കെ, ജസ്റ്റ് നമുക്കിവിടെ വേണമെങ്കിൽ ഒരു പേലോഡ് ഷെൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. അത് ഞാൻ വരുന്നൊരു വീഡിയോയിൽ കവർ ചെയ്യാം, എങ്ങനെയാണ് ഒരു ഷെൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ടെർമിനലിലേക്ക് ഡയറക്റ്റ് സെർവറിന്റെ ആക്സസ് കിട്ടുന്നതെന്ന്. ജസ്റ്റ് നമ്മുടെ റാപ്പിഡ് സെർവറിലേക്ക് പോവുക. ഓക്കെ, ഇത് ക്രോപ്പ് ഇമേജ് ഫംഗ്ഷൻ, അതായത് ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടാണ് ഓതർ പ്രിവിലേജേഷൻ. ഓക്കെ, ഇത് അറ്റാക്ക് യൂസ് ചെയ്യുന്നത് മെറ്റസ്പോൾട്ട് ഫ്രെയിംവർക്ക് വെച്ചാണ്. ഓക്കെ, നമുക്ക് മെറ്റസ്പോൾട്ട് ഫ്രെയിംവർക്ക് വെച്ച് നമുക്ക് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് കവർ ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് മെറ്റസ്പോൾട്ട് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ,
MSF കൺസോൾ. ഓക്കെ, മെറ്റസ്പോൾട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് 5.0. ജസ്റ്റ് ഓക്കെ, സെർച്ച് വേർഡ്പ്രസ് നോക്കാം. വേർഡ്പ്രസ് 5.0. ഓക്കെ നമുക്ക് കിട്ടി വേർഡ്പ്രസ് 5.0 ക്രോപ്പ് ഇമേജ് ഷെൽ അപ്ലോഡ്. ഓക്കെ, ഇതാണ് ജസ്റ്റ് നമ്മൾ എന്താണ് use0 എക്സ്പ്ലോയിറ്റ്. നമ്മൾ ഇത് ഇനിയാണ് റിയൽ അറ്റാക്ക് നടക്കാൻ പോകുന്നത്. നമ്മൾ മെറ്റസ്പോൾട്ട് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി ഇങ്ങനെ മെറ്റസ്പോൾട്ട് യൂസ് ചെയ്ത് നമുക്ക് ക്രോപ്പ് ഇമേജ് ഷെൽ അപ്ലോഡ് ചെയ്യും. അതായത് ഒരു ഇമേജ് വെച്ച് നമുക്ക് ഷെൽ ആക്സസ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ആ അറ്റാക്കിന് ചെയ്യാൻ പോവാണ്. ഓക്കെ, use0. ഓക്കെ, ഞാൻ use0 ഉപയോഗിച്ചത് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലോയിറ്റ് മൾട്ടി HTTP W ക്രോപ്പ് RRC. ഓക്കെ, ഇത് സെക്ഷനിൽ കിടക്കുന്നത് ഇൻഡെക്സിൽ കിടക്കുന്നത് 0-ലാണ്. അപ്പോൾ use0. ഓക്കെ, ജസ്റ്റ് അറ്റാക്ക് ഇവിടെ സ്റ്റാർട്ട് ആവും. ഇനിയാണ് നമ്മൾ അറ്റാക്കിന് യൂസ് ചെയ്യുന്ന ബേസിക് കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിനി ഓക്കെ ഓപ്ഷൻസ് ഷോ ഓപ്ഷൻസ്. ഓക്കെ, നമ്മൾ പാസ്വേഡ് പ്രൊവൈഡ് ചെയ്യണം. പ്രോക്സീസ് ഉണ്ട്, RHost പ്രൊവൈഡ് ചെയ്യണം, RPort. ഓക്കെ, പിന്നെ യൂസർ നെയിം പ്രൊവൈഡ് ചെയ്യണം, vhost വേണ്ട. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യണം. സോ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സെറ്റ് RHost. ഓക്കെ, RHost എന്ന് പറയുന്നത് ഇതിന്റെ വെബ്സൈറ്റിന്റെ IP അഡ്രസ് ആണ്. സെറ്റ് RHost. ഓക്കെ, വെബ്സൈറ്റിന്റെ IP അഡ്രസ് എന്തായിരുന്നു? ഓക്കെ, നമുക്ക് വെബ്സൈറ്റിന്റെ IP അഡ്രസ്സിലേക്ക് പോകണേ. ഓക്കെ, ഇതായിരുന്നു വെബ്സൈറ്റിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത്. കോപ്പി ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ടെർമിനൽ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് സെറ്റ് RHost ആണ്. ജസ്റ്റ് നമുക്ക് IP മാത്രം പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ, ഓക്കെ, ഇവിടെ എറർ വന്നാണ്. ഞാൻ സെറ്റ് RHost ഞാൻ റിമൂവ് ആക്കി പോയിരുന്നത്. സെറ്റ് ഓക്കെ RHost സെറ്റ് RHost. ഓക്കെ, RHost സെറ്റായി. അടുത്തായിട്ട് സെറ്റ് RPort. കറന്റ് RPort എന്ന് പറയുമ്പം റൺ ചെയ്യുന്ന പോർട്ട് 18-ലാണ്. സെറ്റ് RPort. ഇതാണ് നമ്മുടെ വീഡിയോന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. സെറ്റ് RPort. ഓക്കെ, RPort നമ്മൾ സെറ്റ് ചെയ്തു. സെറ്റ് ടാർഗറ്റ് URI. ഓക്കെ, ഇവിടെ ടാർഗറ്റ് URI നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് സെറ്റ് ടാർഗറ്റ് URI എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എൻട്രി. ഓക്കെ, സെറ്റ് ടാർഗറ്റ് URI. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് യൂസർ നെയിം ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ കാണാം നമുക്ക് യൂസർ നെയിം പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, യൂസർ നെയിം പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സെറ്റ് യൂസർ നെയിം ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ യൂസർ നെയിം എന്ന് പറയുമ്പം ഓക്കെ നമ്മുടെ യൂസർ നെയിം വരുന്നത് കെവിയിലായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, യൂസർ നെയിം പേസ്റ്റ് ചെയ്യുക. ഓക്കെ, കെവിൽ. ഓക്കെ, ജസ്റ്റ് നമ്മൾ അടുത്തത് സെറ്റ് പാസ്വേഡ് ആണ് കൊടുക്കേണ്ടത്. സെറ്റ് പാസ്വേഡ് ഓക്കെ, പാസ്വേഡ് എന്തായിരുന്നു? QTPy. ഓക്കെ, 1 ആയിരുന്നു നമ്മുടെ പാസ്വേഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പാസ്വേഡും കൊടുത്തു, നമ്മൾ യൂസർ നെയിമും കൊടുത്തു. സിസ് എന്ന് പറഞ്ഞ vhost. ഓക്കെ, vhost എന്തായിരുന്നു അതിന്റെ ഹോസ്റ്റ് നെയിം? ഓക്കെ, ഇതൊരു സെർവറാണ്. vhost ജസ്റ്റ് സെറ്റ് ചെയ്യുക. vhost
ഓക്കെ, അതിന്റെ ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരുന്നു blog.phm എന്നാണ് ഹോസ്റ്റ് വരുന്നത്. maybe some. ഓക്കെ, ഇവിടെ വിയോസ്റ്റ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, വിയോസ്റ്റിന്റെ ആവശ്യമില്ല. വിയോസ്റ്റ് ഇവിടെ വരുന്നില്ല, ഇവിടെ നോയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ സെറ്റ് ഹെൽ ഹോസ്റ്റ് ആണ്. ഓക്കെ, ഹെൽ ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ IP അഡ്രസ് എന്താണോ നമ്മുടെ IP അഡ്രസ് ആണ്. സോ നമ്മുടെ IP അഡ്രസ് ഇട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ലിനക്സിന്റെ ബേസിക് ഫണ്ടമെന്റൽ കമാൻഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IP അഡ്രസ്, നമ്മുടെ മെഷീന്റെ IP അഡ്രസ് ഫാക്ടോയ്സിലാണെങ്കിൽ IP സ്പേസ്, അതുപോലെ തന്നെ ലിനക്സിനാണെങ്കിൽ ifconfig. ഓക്കെ, ഇതാണ് tune0, ഇതാണ് എൻ്റെ IP അഡ്രസ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മൾട്ടിപ്പിൾ ഇന്റർഫേസ് ആയിരിക്കും. ജസ്റ്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പേസ്റ്റ് ചെയ്യുന്നു. അടുത്ത സെറ്റ് എൽ പോർട്ട് കൊടുക്കാനാണ്. സെറ്റ് എൽ പോർട്ട്. ഓക്കെ, ഒരു പോർട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോർട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇനി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ജസ്റ്റ് ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കിയിട്ട് ഓക്കെ, റൺ ദ കമാൻഡ്. ഓക്കെ, എക്സ്പ്ലോയിറ്റ് സ്പെല്ലിംഗ് തെറ്റിപ്പോയതാണ്. ഓക്കെ, അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്ത് പ്രിപ്പയറിംഗ് പേലോഡ്. ഓക്കെ, സക്സസ്ഫുള്ളി അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേർഡ് പ്രസ്സിലേക്ക് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് അറ്റാക്ക് ലോഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, പേലോഡ് ഇമേജ് പേലോഡാണ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ കണ്ടറിയാം പ്രിപ്പയറിംഗ് പേലോഡ്, അപ്ലോഡിംഗ് പേലോഡ്, ഇമേജ് പേലോഡ് അപ്ലോഡ് ആയിട്ടുണ്ട്. സോ ഇതെന്ന് പറഞ്ഞാൽ മെറ്റസ്ഫോൾഡർ ഫ്രെയിംവർക്ക് ആണ്. നമ്മൾ വരുന്ന വീഡിയോസിൽ മെറ്റസ്ഫോൾഡർ ഫ്രെയിംവർക്ക് എന്താണെന്നും ഞാൻ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന RHost എന്താണെന്നും LHost എന്താണെന്നും അതുപോലെ തന്നെ പോർട്ട് എന്തിനാണെന്നും ഓക്കെ ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇമേജ് പേലോഡ് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇൻക്ലൂഡിങ് തീം. ഓക്കെ, ജസ്റ്റ് നമ്മുടെ അതായത് ഓക്കെ നമ്മൾ ലോഗിൻ ചെയ്യാം. വിൽ പാസ്വേഡ് QTPy ആയിരുന്നു നമ്മുടെ പാസ്വേഡ് ഇരുന്നത്. ജസ്റ്റ് QTPy. ഓക്കെ, ലോഗിൻ. ഓക്കെ, ഇൻക്ലൂഡിങ് ഓക്കെ സെൻഡിങ് സ്റ്റേജ്. ഓക്കെ, നമ്മുടെ അറ്റാക്ക് അതായത് പേലോഡ് അറ്റാക്ക് സക്സസ്ഫുള്ളി എന്താണ് ലോഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, വരുന്ന വീഡിയോസിൽ കവർ ചെയ്യും എന്താണ് പേലോഡ് അറ്റാക്ക്, എന്താണ് പേലോഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പേലോഡ് ക്രിയേറ്റ് ചാൻഡ് ഫോൺ എങ്ങനെ ഹാക്ക് ചെയ്യാം, ഇതൊക്കെ വരുന്ന വീഡിയോസിൽ എന്താണ് ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബേസിക് ഡെമോ, ഒരു വെബ്സൈറ്റ്, ഒരു വേർഡ്പ്രസിന്റെ വെബ്സൈറ്റ് എങ്ങനെ ഹാക്ക് ചെയ്യും, ഒരു വീക്ക്നെസ് കണ്ടുപിടിച്ച് എങ്ങനെ അറ്റാക്ക് ചെയ്യാം, അങ്ങനെ ഒരു വേർഡ്പ്രസിന്റെ ഒരു ഡെമോ, ഒരു ഒഫൻസീവ് സൈഡിൽ നമ്മൾ കവർ ചെയ്യും. നമ്മൾ 3 ദിവസം പ്രാക്ടിക്കൽ സൈഡ് പഠിച്ചു. സോ അതിന്റെ ഒരു ബേസിക് ആയിട്ട് ഞാൻ ഒഫൻസീവ് സൈഡ് കവർ ചെയ്താണ്. സോ വരുന്ന വീഡിയോസിൽ ഇതിലും അഡ്വാൻസ് രീതിയിൽ എങ്ങനെ തന്നെ നമുക്ക് ഒരു ആൻഡ്രോയിഡ് ഫോൺ തൊട്ട് ഇതിലും വലിയ വെബ്സൈറ്റുകൾ, അതുപോലെ തന്നെ വൈഫൈ ക്രാക്കിങ്ങും, വാട്സപ്പ് ഫിഷിങ്, ഇൻസ്റ്റാഗ്രാം ഹാക്കിങ്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷൻ പർപ്പസ് ഓൺലി ബേസ്ഡ് ആയിരിക്കും വീഡിയോസ് കവർ ചെയ്യുന്നത്. സോ നിങ്ങൾ ആരും എന്താണ് ഇത് വെച്ച് മറ്റുള്ളവരുടെ വെബ്സൈറ്റോ അതോ അക്കൗണ്ടൊന്നും ഹാം ചെയ്യാനോ അതുപോലെ ഹാക്ക് ചെയ്യാനോ നിൽക്കരുത്. ജസ്റ്റ് ഒരു ബേസിക് നമ്മൾ എത്തിക്കൽ ഹാക്കിങ് പഠിക്കുന്നത് നമുക്കൊരു സ്കില്ല് ഉണ്ടാവാനും അതുപോലെ ബേസിക് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാൻ നമുക്കൊരു നല്ല ജോബിനും വേണ്ടിയിട്ടാണ്. ഞാനിവിടെ കംപ്ലീറ്റ് ഫ്രീ എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സാണ് കവർ ചെയ്യുന്നത്. സോ നിങ്ങൾ വീഡിയോ കണ്ട് പ്രാക്ടിക്കൽ പഠിക്കുമ്പോൾ അതിൻ്റെതായുള്ളൊരു സേഫ് എൻവയറമെന്റിൽ മാത്രം ട്രൈ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ കമ്പ്യൂട്ടർ PC യൂസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ഡിവൈസിനെ അറ്റാക്ക് ചെയ്ത് പഠിക്കുക. ദയവ് ചെയ്ത് ആരും എന്താണ് പുറത്ത് അറ്റാക്ക്. ഓക്കെ, സക്സസ്ഫുള്ളി നമുക്ക് അറ്റാക്ക് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ കാണാം മെട്രോപീറ്റർ വാർ www വേർഡ്പ്രസ്. ഓക്കെ, നമ്മളിപ്പോൾ വേർഡ്പ്രസിന്റെ സെർവറിലാണ്. ഗെറ്റ് GUID. ഓക്കെ, www.data. ഓക്കെ, നമുക്ക് ഇനി ഇത് യൂസ് ചെയ്തിട്ട് എന്താണ് ഇനി എങ്ങനെ നമുക്ക് ഇപ്പൊ ടോട്ടൽ നമ്മുടെ വെബ് സെർവർ നമ്മുടെ കൺട്രോളാണ്. നമ്മൾ സക്സസ്ഫുള്ളി അറ്റാക്ക് ചെയ്തു. ഓക്കെ, നമ്മളിപ്പോൾ ഇതിലൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം, അത് നമുക്ക് വേണമെങ്കിൽ സെർവർ ഡൗൺ ചെയ്തിടാം, അങ്ങനെയൊക്കെ. സോ അതൊക്കെ കഴിഞ്ഞത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി വീഡിയോ ബാൻ ചെയ്യും.
അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ കവർ ചെയ്യും. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ കൂടി ആയിരിക്കും അങ്ങനത്തെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ സക്സസ്ഫുള്ളി അറ്റാക്ക് നമ്മൾ നടത്തിയിട്ടുണ്ട്. സോ ഇതാണ് അതായത് നമ്മൾ യൂസർ നെയിം കണ്ടുപിടിച്ചിട്ട് മെറ്റസ്ഫോൾഡർ ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തു. ഇപ്പം നമുക്കറിയാം നമ്മൾ എവിടെയാണ് സെർവർ നെയിം www. ഓക്കെ, നമ്മൾ വേർഡ്പ്രസിന്റെ സെർവറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി വേർഡ്പ്രസിന്റെ സെർവർ ഹാക്ക് ചെയ്തു. ഓക്കെ, ജസ്റ്റ് എനിക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് വീഡിയോ ഒരു ഇൻഫർമേഷന് മാത്രം യൂസ് ചെയ്യാം. ഒരിക്കലും ഇത് വെച്ച് ആരെ അറ്റാക്ക് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. ജസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.